എറണാകുളം ചെല്ലാനം സ്വദേശിനി അപർണ 23-നെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ പിടിയിലായത്. അപർണ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചതാണെന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത 5000 രൂപ തന്നാൽ 5 കോടി തിരികെ നൽകാമെന്ന വാഗ്ദാനം. തൃശൂരിൽ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ്. പരാതി തൃശൂർ സ്വദേശികളായ ഹരിദാസ്, ജിഷ എന്നിവർക്കെതിരെയാണ്. ഇവർ രണ്ടുപേരും മദ്രസയിൽ 10 വർഷം ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചവരാണെന്ന് അറിയാൻ കഴിയുന്നു. ഈ സമയം 25ന്റെ പ്രേക്ഷകർക്ക് എറണാകുളത്ത് നമ്മുടെ റിപ്പോർട്ടർ രസകരമായ ആനന്ദകരമായ ഒരു കാഴ്ച പങ്കുവെക്കുന്നു. എറണാകുളം പള്ളുരുത്തിയിൽ വിവാഹവേദിയിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന പുതുമാരന്റെ ആനന്ദകരമായ ഒരു കാഴ്ച നമ്മുടെ റിപ്പോർട്ടർ പങ്കുവെക്കുന്നു. ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. 25 പ്രേക്ഷകർക്കായി ഒരുക്കുന്നു നയനമനോഹരമായ ഒരു കാഴ്ച. മേലെ മാനത്തമ്പിളി പാടിയ പാട്ടിൽ മേഘക്കീറിനലകൾക്ക് നിറമുണ്ടോ, ആ 7ാം ബഹറും ക്ഷമിക്കണം, നമ്മുടെ റിപ്പോർട്ടർ പുതിയ അപ്ഡേഷൻ തരുന്നു. ഇത് പുതുമാരനല്ല, എറണാകുളത്ത് ഇടവകയിൽ ചെറുപ്പക്കാരുമായി ആളൊഴിഞ്ഞ വീട്ടിൽ കഞ്ചാവ് വലിച്ചതിന് പുരോഹിതനെ കൈയോടെ പോലീസ് പൊക്കുന്ന ദൃശ്യമാണ്. വാർത്തയിൽ ഒരു തിരുത്തുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത ആലപ്പുഴ ചെങ്ങന്നൂരിൽ കളഞ്ഞു കിട്ടിയ ATM-ൽ നിന്ന് പണം തട്ടിയ BJP വനിതാ നേതാവും കൂട്ടാളിയും അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ BJP അംഗം സുജന്യ ഗോപി 42-നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. ചെങ്ങന്നൂർ വാഴാർ മംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ ATM കാർഡാണ് കളഞ്ഞുപോയത്. കാർഡിന് പിന്നിൽ എഴുതിവെച്ച പിൻ നമ്പർ ഉപയോഗിച്ചാണ് പണം പിൻവലിച്ചത്. വിവിധ ATM കൌണ്ടറുകളിൽ നിന്ന് 25,000 രൂപയാണ് തട്ടിയത്. സജന്യയുടെ കൂട്ടാളി സലിസ് മോനെയും ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. ഈ സമയം മറ്റൊരു വാർത്ത പുറത്തുവരുന്നു. കൊല്ലം നഗരത്തിൽ പോലീസിന്റെ MDM വേട്ട. മദ്രസയുടെ സമീപത്ത് താമസിക്കുന്ന ജാക്സൺ ഡിക്രൂസ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കൊല്ലം നഗരത്തിൽ പോലീസ് നടത്തിയ MDM വേട്ടയിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം മുണ്ടക്കൽശ്ശേരിയിൽ RS വില്ല മേരാനഗർ 70-ൽ താമസിക്കുന്ന ജാക്സൺ ഡിക്രൂസ് 32-നെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഈ സമയം മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ DYFI പ്രവർത്തകൻ MDMA-യുമായി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കരുനാഗപ്പള്ളിയിൽ MDMA-യുമായി DYFI പ്രവർത്തകൻ പിടിയിൽ. രാജേഷ് പിടിയിലായത് ഓപ്പറേഷൻ ഡി ഹണ്ടിൽ. ഈ സമയം മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു. എറണാകുളം മുനമ്പം ചെറായിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ലഹരി പദാർത്ഥങ്ങളുമായി 3 മദ്രസ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ചെറായി മുനമ്പം പോലീസിന്റെ ലഹരിവേട്ടയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് 3 പേർ കഞ്ചാവുമായി പിടിയിലായി. ചെറായി കടുവങ്കൽ വിഷ്ണു 20, പ്ലാക്കൽ അർജുൻ 26, അല്ലംപറമ്പിൽ സഞ്ജയ് 26 എന്നിവരാണ് പോലീസ് അറസ്റ്റിലായത്. ഇവർ 3 പേരും മദ്രസയിൽ ഡിസ്ട്രിക്ഷൻ മേടിച്ചവരാണ് എന്നറിയാൻ കഴിയുന്നു. ഈ സമയം മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു. രാജ്യസ്നേഹിയായ യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ. പ്രതി തേവള്ളി സ്വദേശി ശരത് 25-നെയാണ് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം മദ്രസയിൽ പോകുന്ന കൂടുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ വാർത്തയുമായി വീണ്ടും 25 ന്യൂസ് നിങ്ങളെ കണ്ടുമുട്ടും. നന്ദി, നമസ്കാരം.